വ്യാപാര സ്ഥാപനങ്ങൾക്ക് നിലവിൽ 10,000 രൂപ ആണ് അടിയന്തര സഹായമായി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നതാണ്. പ്രിയ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുള്ളത്, വ്യാപാര സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീസൺ ആണ് മുന്നിൽ നിൽക്കുന്നത് എന്നതാണ്. ഓണക്കാലമാണ്. നേരത്തെ ശ്രീജിത്ത് പങ്കുവെച്ചത് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നുള്ള ദൃശ്യമാണ്. അത് ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഇത്തരം ആളുകൾ സൂക്ഷിക്കുന്ന ഒരു സമയമാണ്. അതിപ്പോൾ വസ്ത്ര വ്യാപാരികളാകട്ടെ, ചെറുകിട വ്യാപാരികളാകട്ടെ, ഒരു പക്ഷേ നഗരപ്രദേശങ്ങളിലെ വലിയ സ്ഥാപനങ്ങളൊക്കെ ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടാകാം. പക്ഷേ ചെറുപട്ടണങ്ങളിലെ സ്ഥാപനങ്ങൾക്കൊന്നും അത്തരത്തിൽ ഇൻഷുറൻസ് പരിരക്ഷയൊക്കെ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ സ്റ്റോക്ക് എടുത്തു വെച്ചതാണ് ഇത്തവണ നഷ്ടമാകുന്നത്. ഈ വസ്ത്രവ്യാപാരശാലകളിലൊക്കെ വെള്ളം കയറിയാൽ പിന്നീട് ആ വസ്ത്രമൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ തന്നെ പലചരക്ക് സാധനങ്ങളൊക്കെ വെള്ളം കയറിയാൽ അത് പിന്നീട് ഉണക്കി ഉപയോഗിക്കുക എന്നതൊന്നും പ്രായോഗികമല്ല. അവിടെയാണ് 10,000 എന്ന തുക അത് വളരെ കുറഞ്ഞു പോകുന്നു എന്ന ഒരു വിമർശനം അടക്കം നിലനിൽക്കുന്നത്. ഒരുപക്ഷെ വ്യാപാരികൾക്ക് അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ വൃത്തിയാക്കണമെങ്കിൽ പോലും അതിലും കൂടുതൽ തുക ചിലവാക്കേണ്ട ഒരു സമയമാണല്ലോ ശ്രീജിത്ത്. അഭിലാഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈരാറ്റുപേട്ട നഗരത്തിന് നമ്മൾ തൊട്ടുമുമ്പ് കട കണ്ടു. അതിന് തൊട്ടടുത്തുള്ള മീനച്ചിലാറിന്റെ കുറുകെ പോകുന്ന നടക്കൽ കോസ്വേയിലാണ്. ഇതിന്റെ കാഴ്ച തന്നെ ദയനീയമാണ്. അതായത് ഇതിന്റെ കൈവരികൾ പലയിടത്തും തകർന്നു പോയ ഒരു സാഹചര്യമുണ്ട്. അതേപോലെ വലിയ രീതിയിൽ മാലിന്യം വന്ന് അടിഞ്ഞു കൂടി നിൽക്കുന്നു. കുറേ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നന്നാക്കിയെടുക്കും എന്നുള്ളതാണ് മന്ത്രി അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. ഇവിടെ നോക്കിയാൽ ഒരുപാട് സാധനങ്ങൾ ഇപ്പോഴും അടിഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ഈ ഗ്രില്ലുണ്ട്, ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത്, അതൊക്കെ താഴെ വീണ് ഈ കിടക്കുന്നു. അതൊക്കെ മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് തൊഴിലാളികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ജോലിയിലാണ് അവർ. അന്യസംസ്ഥാന തൊഴിലാളികൾ ആണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കടയൊക്കെ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായ അവസ്ഥയാണ്. ഒരു യുദ്ധസമാനമായ രീതിയിലാണ് പ്രളയ ജലം ഇതുവഴി ഒഴുകിപ്പോയത് എന്നുള്ളതാണ്. ഇവിടെയുള്ള സാധനങ്ങളെല്ലാം ഏതാണ്ട് പൂർണ്ണമായും നശിച്ച് കിടക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ല, 1-ാം തീയതി ഉണ്ടായ ആ പ്രളയത്തിൽ നശിച്ചതാണ്. പക്ഷെ പിന്നെയും ഇതുവരെയും അതൊന്ന് ശരിയാക്കിയെടുക്കാൻ കഴിയില്ല. അത് കേവലം 1-2 ദിവസം കൊണ്ട് ശരിയാക്കിയെടുക്കാൻ കഴിയുന്ന നിലയിലല്ല ഇവിടെ ഒന്നും ഉള്ളത്. ഇവിടുത്തെ ഈ കടകളിലെ ഒന്നും വ്യാപാരികളെ ഇപ്പോൾ കാണാനില്ല. എന്തായാലും തൊഴിലാളികൾ ചിലർ ജോലി എടുത്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അതായത് പലതരം കടകളാണ്. ഇപ്പോൾ ഒരു സ്ഥലത്ത് പലതരം കടകൾ ഉണ്ടാകുമല്ലോ, അങ്ങനെ പലതരം കടകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ നടക്കൽ മേഖല. ഈരാറ്റുപേട്ട നഗരത്തോട് ചേർന്നുള്ള മേഖല തന്നെയാണ്. അവിടെ എല്ലാം ഏതാണ്ട് വെള്ളം പൂർണ്ണമായും കയറി ആകെ നശിച്ച് റോഡും തോടും പാലങ്ങളും എല്ലാം ഏതാണ്ട് പൂർണ്ണമായും നശിച്ച് ഇരിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചേട്ടാ, വീട്ടിൽ വെള്ളം കയറിയായിരുന്നോ? വീട് അതാണോ? അവിടെയും കയറി അല്ലേ? അത്ര ഉയരത്തിലായിട്ടും കയറി. പിന്നെ വീട്ടിലെ സാധനങ്ങൾ നശിച്ചു പോകുക അങ്ങനെ വല്ലതും ചെയ്താൽ? വീട്ടിൽ കുറേ വണ്ടിയും ഇതിലെല്ലാം വെള്ളം കയറി. ഈ കടകളുടെ ഒക്കെ അവസ്ഥ പരിതാപകരമാണ് അല്ലേ? ഈ കടയും ഈ ചുറ്റുപാട്ടത്തുള്ള എല്ലാ കടകളിലും വെള്ളം കയറി. ഒരുപാട് നാശനഷ്ടങ്ങളുണ്ട്. ഒരു ഒരാഴ്ച കൊണ്ട് പോലും ഇത് ക്ലീൻ എടുക്കാൻ പറ്റുന്ന അവസ്ഥയല്ല. ഒരാഴ്ചയായിട്ട് ക്ലീൻ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുക, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തീരില്ലാന്ന് തോന്നുന്നു. ആ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അവരെങ്ങനെയെങ്കിലും അതൊക്കെ ഉപേക്ഷിക്കാൻ വേണ്ടി, സാധനങ്ങൾ ഉപേക്ഷിക്കാൻ വേണ്ടി പറക്കി കൂട്ടുന്ന ഒരു അവസ്ഥയാണ്. അതെ, തീർച്ചയായിട്ടും. നിങ്ങളുടെ ഒരു ആവശ്യങ്ങൾ, ഈ ചേട്ടന് കടയുണ്ടോ അതോ എങ്ങനെയാണ്? എനിക്ക് സ്ഥാപനമുണ്ട്. ഇത് എൻ്റെ തന്നെ സ്ഥാപനമാണ്. ഇതൊരു നഷ്ടപരിഹാരങ്ങളൊക്കെ ഇപ്പോൾ 10,000 രൂപയാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്താണ് അതിലൊക്കെ നിങ്ങളുടെ ഒരു ആവശ്യങ്ങൾ? ഈ കടയുടെ ഓണർ എന്ന് പറയുന്നത് വേറെ ആളാണ്. ഇത് എൻ്റെ ആണ് സ്ഥലം. പക്ഷേ അയാൾക്കുണ്ടായിരിക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് 35 ലക്ഷം രൂപയോളം നഷ്ടമുണ്ട്. അപ്പോൾ അയാൾക്ക് 10,000 രൂപ കിട്ടുമെന്ന് പറയുന്നത് ഒരു സ്വകയായിട്ട് കണക്ക് കൂട്ടാൻ പറ്റിയല്ല. അതിനനുസരിച്ച് ഒരു കണക്കാക്കി ഒരു നഷ്ടപരിഹാരം, എന്തെങ്കിലും ന്യായമായ നഷ്ടപരിഹാരം കിട്ടുകയാണെങ്കിൽ അയാൾക്ക് വീണ്ടും തുടർന്ന് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ ഒരുപാട് മനുഷ്യരുടെ ജീവിതം പ്രതിസന്ധിയിലാവും അല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ ഒരു ഈരാറ്റുപേട്ടയിൽ ഒരു ഏകദേശം വീടുകൾ 600ഓളം വീടുകൾ വെള്ളം കയറി. സ്ഥാപനങ്ങളാണെങ്കിലും ഏകദേശം ഒരു 100-300ഓളം സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അവരുടെ നാശനഷ്ടം എന്ന് പറയുന്നത് ചെറുതല്ല, വലിയ നാശനഷ്ടം തന്നെ. അഭിലാഷ്, അവരുടെയൊക്കെ വാക്കുകളിലുണ്ട് കാര്യങ്ങൾ. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രളയ ജലത്തിന്റെ അളവ് എത്ര എന്നുള്ളത് ഒരുപക്ഷെ 2 ആൾ പൊക്കമെങ്കിലും വെള്ളം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കുക.
ഇവിടെ നോക്കിയാൽ കാണാം മുകളിൽ വരെ വെള്ളമുണ്ട്. അതായത് എൻ്റെ ഒരു നീളം അനുസരിച്ചാണെങ്കിൽ 2 ആൾ പൊക്കം നീളം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത്രത്തോളം പരിതാപകരമായ സാഹചര്യമാണ് എന്തായാലും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈരാറ്റുപേട്ടയുടെ ഒരു അവസ്ഥ ഇതാണ്. സമാനമാണ് വ്യാപാര സ്ഥാപനങ്ങൾ പ്രതിസന്ധി ഉണ്ടാക്കിയ പാലയിലും. അവിടെയും പ്രളയജലം പ്രതിസന്ധി ഉണ്ടാക്കി നിരവധി വ്യാപാര സ്ഥാപനങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ പ്രളയമുണ്ടാക്കിയ ദുരിതങ്ങളിൽ, നാശനഷ്ടങ്ങളിൽ അത് കോടികളുടെ നാശനഷ്ടം വരും ഈരാറ്റുപേട്ടയിൽ എന്നുള്ളതാണ് എടുത്തു പറയാൻ സാധിക്കുന്നത്. അഭിലാഷ്. യെസ്, തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ഞങ്ങൾ ഈ ജനങ്ങളുടെ, സാധാരണക്കാരായ ആളുകളുടെ ദുരിതക്കാഴ്ചകൾ പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. ഇപ്പോഴും വീടുകളിലേക്ക് തിരികെ എത്താൻ പറ്റാത്തവർ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തുടരുന്നവർ, അവരുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുടെ നട്ടെല്ലുകളിൽ ഒന്ന്, നട്ടെല്ല് എന്ന് തന്നെ പറയാവുന്ന ഒന്നാണ് ഈ വ്യാപാരികളും വ്യവസായികളും ഒക്കെ. അവരെ സംബന്ധിച്ചിടത്തോളം ഈ മഴക്കാലം എന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അവരുടെ ഓണവിപണിയുടെ വലിയൊരു സാധ്യത നഷ്ടപ്പെടുത്തുന്നുണ്ട് മഴ എന്നതാണ്. അതിനോടൊപ്പമാണ് മഴയുടെ, പ്രളയത്തിൻ്റെ ഭാഗമായി കച്ചവട സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലായവർ എന്നതുകൂടിയാണ് പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കേണ്ടതായി വരുന്നത്. നമ്മൾ